എമ്പുരാൻ പടം കണ്ടു. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോണ് കണ്ടത്. റിവ്യൂ പറയാൻ വേണ്ടി കുറച്ച് ലൈറ്റായി പോയി. ഓക്കെ, കുറച്ചധികം പറയാനുണ്ട് ഈ പടത്തെ പറ്റിയിട്ട്. ഓക്കെ, ആദ്യമായിട്ട് എനിക്കിത് പറയേണ്ടത് പൃഥ്വിരാജ് സുകുമാരനെ പറ്റിയിട്ടാണ്. അതായത് പൃഥ്വിരാജ് സുകുമാരൻ അല്ലാണ്ട് വേറെ ആർക്കെങ്കിലും ഇതുപോലെ ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഒരു പടം മേക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഡൗട്ടുണ്ട്. കാരണം ആ രീതിയിലാണ് ലൂസിഫറും എമ്പുരാനും പുള്ളി എടുത്തു വെച്ചിരിക്കുന്നത്. ലൂസിഫറായിട്ട് ഒരിക്കലും എമ്പുരാൻ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. എമ്പുരാൻ പറഞ്ഞാൽ അത് വേറൊരു എന്താ പറയുക, വേറൊരു ടെറൈനിൽ വരുന്ന പടമാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. മീൻസ് ലൂസിഫർ എന്ന് പറഞ്ഞാൽ കമ്പയർ ടു എമ്പുരാൻ ബഡ്ജറ്റ് വൈസും കുറവാണ്. അതായത് എമ്പുരാനിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ പടത്തിന് ക്വാളിറ്റി കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എന്തൊരു ക്വാളിറ്റിയാണ് ആ പടം അർഹിക്കുന്ന കാര്യം. കാരണം ആ പടത്തിൻ്റെ ക്വാളിറ്റി അറിയണമെങ്കിൽ ആ പടം സ്റ്റാർട്ടായിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ, അല്ല അരമണിക്കൂറിൻ്റെ അകത്ത് നമുക്കറിയാൻ പറ്റും ഈ പടം ഏത് ലെവലിലേക്കാണ് പൃഥ്വിരാജ് എടുത്തു വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം. ആദ്യത്തെ ഒരു അരമണിക്കൂർ ലാംഗ്വേജ് ഹിന്ദിയാണ്. പൃഥ്വിരാജ് സുകുമാരൻ മുന്നേ ഇൻ്റർവ്യൂക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ അരമണിക്കൂറോളം ഹിന്ദി ആയിരിക്കും എന്നുള്ള കാര്യം. ആ ഒരു അരമണിക്കൂറോളം ഒരു വേറൊരു ബോളിവുഡ് പടം എങ്ങനെയാണോ റൺ ചെയ്യുന്നത് അതുപോലെയാണ് ആ പടം എടുത്ത് വെച്ചിരിക്കുന്നത്. അതായത് സീൻ ബൈ സീന് നമുക്ക് ആ കഥയുടെ നരേഷൻ നമുക്കത് പ്രേക്ഷകരുമായിട്ട് കണക്ട് ചെയ്യുക, ഇമോഷണൽ സീൻസ് നമ്മൾ പ്രേക്ഷകർ പടത്തിൻ്റെ കൂടെ നമ്മൾ സഞ്ചരിക്കുക, അതെല്ലാം തന്നെ ഒരു അരമണിക്കൂറിനകത്ത് തന്നെ നമ്മൾ എൻ്റർ ആവും. പടത്തിനകത്ത് നമ്മൾ എൻ്റർ ആയി പോകും. ഇതാണ് കഥ ഇനി വരാൻ പോകുന്നത് എന്നുള്ളതെല്ലാം നമുക്ക് ഒരു ഇമോഷണലി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ് നമുക്ക് എമ്പുരാൻ എന്ന് പറഞ്ഞ പടം. അതിൻ്റെ കൂടെ തന്നെ ലാലേട്ടൻ, നമ്മുടെ മോഹൻലാൽ, ലാലേട്ടൻ്റെ കരിയറിലെ ബെസ്റ്റ് പടമായിരിക്കും എമ്പുരാൻ എന്ന് പറഞ്ഞ പടം. കാരണം ആ രീതിയിലാണ് ഓരോ മാസ് സീൻസ് ലാലേട്ടൻ എടുത്തു വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ പൃഥ്വിരാജ് ലാലേട്ടനോട് ചെയ്തിരിക്കുന്നത് ഓരോരോ സിറ്റുവേഷൻസ്, അതായത് ഓരോ ഡയലോഗ്സ്, ഓരോ നോട്ടം, ഈവൻ കോസ്റ്റ്യൂം സൈഡ്സ് ആണെങ്കിൽ പോലും ഒരു വെറൈറ്റി കോസ്റ്റ്യൂംസിലാണ് ലാലേട്ടൻ വരുന്നത്, എബ്രാം ഖുറേഷിയായിട്ട് വരുന്നത്. ഒരു കുറേ സീൻസ്, അത് ഈവൻ ഫൈറ്റ് സീൻസ് വരണ്ട് ഇതിനകത്ത്. എത്ര നന്നായിട്ടാണ് അറിയോ ഫൈറ്റ് സീൻസൊക്കെ അവർ കൊറിയോഗ്രാഫ് ചെയ്ത് എടുത്തിരിക്കുന്നത്. അതായത് ലൂസിഫറിനകത്ത് കണ്ടിരിക്കുന്ന സെയിം തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് സോങ് വെച്ചുകൊണ്ട് ഇതിനകത്തൊരു ഫോറസ്റ്റിനകത്ത് നടക്കുന്ന ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. വേറെ ലെവൽ സീൻ. അതായത് നമ്മളിങ്ങനെ രോമ എണീച്ച് നിൽക്കുന്ന ഒരു സീനാണ് അതിനകത്ത് വരാൻ പോകുന്നത്. അടിപൊളി സീനായിട്ടുണ്ട്. നല്ല കിടിലം ഫൈറ്റ് സീൻസ് അതിനകത്തുണ്ട്. അത് കൂടാണ്ട് തന്നെ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലാലേട്ടൻ്റെ ഒരു ഇൻട്രോ സീൻസ് ഉണ്ട്. അതായത് ഒരു എന്താ പറയുക, ഒരു VFX വെച്ചുകൊണ്ട് 3 ഹെലികോപ്റ്റർ വെച്ച് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്ന കേസ് പോലും പൃഥ്വിരാജ് ലൈവായിട്ട് ഒറിജിനലായിട്ട് 3 ഹെലികോപ്റ്റർ വെച്ചുകൊണ്ട് ഒരു ഷോട്ട് നടത്തുന്നുണ്ട്. മോഹൻലാലിൻ്റെ ഒരു ഇൻട്രോ സീനാണ്. കിടിലൻ സീനായിരുന്നു. അത് തിയേറ്റർ കുലുങ്ങുമായിരുന്നു ആ സീൻ കണ്ടിട്ട്. ആ ഒരു ഇൻട്രോ സീനിൽ തിയേറ്റർ മൊത്തത്തിൽ കുലുങ്ങിയ പടം. അങ്ങനെ ഇതിനകത്തുള്ളത്. പിന്നെ ഇതിനകത്ത് കുറച്ചുകൂടി നന്നായിട്ട് അഭിനയിച്ചു, അല്ലെങ്കിൽ നല്ല കുറച്ചുകൂടി ക്യാരക്ടർ റോൾ കിട്ടിയത് എനിക്കൊന്ന് മഞ്ജു വാര്യർക്കാണ്. മഞ്ജു വാര്യർ കിട്ടിയ റോൾ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. അതായത് ലൂസിഫറിനേക്കാളും കുറച്ചുകൂടി ലെങ്തി ക്യാരക്ടേഴ്സ് മഞ്ജു വാര്യർക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. കുറച്ച് മാസ് എലമെന്റ്സ് എല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു റോൾസ് സെപ്പറേറ്റ് തന്നെ മഞ്ജു വാര്യർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിനകത്ത് ടൊവിനോ തോമസ് ആണ്. സെയിം തന്നെ ലൂസിഫറിനകത്ത് ടോവിനോയ്ക്ക് ഉണ്ടായിരുന്ന ക്യാരക്ടർ നമുക്ക് അറിയാൻ പറ്റും. ചെറിയൊരു ക്യാരക്ടർ വന്ന് പോകുന്നൊരു ക്യാരക്ടർ മാത്രമേ ഉള്ളൂ. എമ്പുരാൻ്റെ അകത്ത് വരുമ്പോൾ ആ ക്യാരക്ടർ ഒന്നുകൂടി ലെങ്ത് ആയിട്ട് കുറച്ചുകൂടി ഷെയ്ഡ് ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ടോവിനെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. നമുക്ക് ട്രെയിലർ കണ്ടറിയാൻ പറ്റും. ഏകദേശം ആൾക്കാർക്ക് മനസ്സിലായി കാണും എന്താണ് റോള്, എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, എന്തൊക്കെയും തുടർന്ന് വരാൻ വേണ്ടി പോകുന്നത് എന്നുള്ള എല്ലാ ഹിൻറ്റും ട്രെയിലറിനകത്ത് തന്നെ വരുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് ഈ പടത്തിനകത്ത് നടക്കുന്നതും. എനിക്കിതിനകത്ത് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ചില ആൾക്കാർ പറഞ്ഞു കേട്ടു, എന്താ പറയുക, ക്ലൈമാക്സിൽ, അതായത് എമ്പുരാൻ ക്ലൈമാക്സ് ലൂസിഫറിൻ്റെ അത്ര തന്നെ എത്തിയിട്ടില്ല എന്നുള്ള കാര്യത്തിൽ. അതെനിക്കൊന്ന് ഫാൻസിൻ്റെ അഭിപ്രായമായിരിക്കാം, മേ ബി ആ ഒരു ലെവലിലേക്ക് വന്നിട്ടില്ല എന്നുള്ള കാര്യം. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് മേക്കിംഗ് ക്വാളിറ്റിയാണ്. അതായത് ഒരു ഇൻഡസ്ട്രിക്ക്, ഒരു മലയാളം ഇൻഡസ്ട്രിക്ക് ഇങ്ങനൊരു മേക്കിംഗ് ക്വാളിറ്റിയിൽ ഇനിയൊരു പടം വരുമോ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും ഡൗട്ടാണ്. ആ രീതിയിലാണ് അവർ ഓരോ ഷോട്ടും, ഓരോ ഷോട്ട് ഡിവിഷൻസും, ഓരോരോ സീൻസും അവർ സെറ്റപ്പാക്കി വെച്ചിരിക്കുന്നത്. മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റ് എടുത്തു പറയേണ്ടതാണ്. അടിപൊളി സ്ക്രിപ്റ്റാണ്. അതായത് കറൻ്റ്ലി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും BJP ആണെങ്കിലും അവർക്കെല്ലാവർക്കും തന്നെ കൊട്ടുന്ന രീതിയിൽ ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു സിനിമ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് എന്താണോ പറയേണ്ടത് കൃത്യമായിട്ട് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. അത് ഗുജറാത്ത് കലാപത്തെ പറ്റിയിട്ട് വരെ ഇത് പരാമർശിച്ച് പോകുന്നത്. ആർക്കാണ് കൊള്ളുക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ. ആ രീതിയിലേക്കാണ് പടം പോകുന്നത്. മേക്കിംഗ് വൈസ്
ടോപ്പ് നോച്ച്, അതായത് ഇതുവരേക്ക് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇതുവരേക്ക് റിലീസായ പടങ്ങൾ വെച്ച് ഏറ്റവും ടോപ്പ് നോച്ച് പടം എമ്പുരാൻ തന്നെയായിരിക്കും. ഓക്കെ, ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും പോയിട്ട് തിയേറ്ററോട് വാച്ച് ചെയ്യുക, കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.